അപ്പം ഞാനിത് ഗുരുദേവനെ സൂചിപ്പിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം 64 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ കാൽപ്പനിക കവിതയുടെ മലയാളക്കരയിലെ മുടിചൂടാ മന്നനായിരുന്ന ആളായിരുന്നു, നമ്മളെല്ലാം ബഹുമാനിക്കുന്നു. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിതകളെല്ലാം ദൈവദശകം ഉൾപ്പെടെയുള്ള നോക്കുമ്പോൾ കറകളഞ്ഞ ഭാരതീയ ആത്മീയത, ആ ആത്മീയതയിൽ, ആ വേദാന്തത്തെ കവിതകളാക്കി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൃതികളെല്ലാം ജയിക്കപ്പെട്ടതെന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രതിഷ്ഠ നടത്തൽ ഉൾപ്പെടെ സമാന്തരമായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, ഒരു സ്ഥലത്ത് പോലും ഒരു വാക്കിലും ഒരു വരിയിലും അന്നത്തെ ഹിന്ദു സമൂഹത്തിൽ ഇതെല്ലാം നിഷേധിക്കുന്ന ആളുകളെന്ന് അദ്ദേഹം കരുതുന്ന ആളുകൾക്കെതിരായി ഒരു വാക്കെങ്കിലും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അത് ഒരു വരി എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ കാലഘട്ടത്തിന് മന്നത്തിൻ്റെയും അതുപോലെ തന്നെ ഗുരുദേവൻ്റെയും ഈ കാര്യം പറയാൻ, ചട്ടമ്പിസ്വാമികളുടെ ഇതുപോലെ തന്നെയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ചാവറ അച്ഛൻ്റെ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചുകൊണ്ടാണ് മാങ്ങാനത്ത് വിദ്യാസംരംഭത്തിൽ ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയവും മറ്റും മുന്നോട്ട് വെച്ചത്. അവിടെയും യു ക്യാൻ സീ എനി നെഗറ്റീവിസം അല്ല, പോസിറ്റീവിസമാണ്. മന്നത്ത് പത്മനാഭനിൽ, ഗുരുദേവനിൽ, ചട്ടമ്പിസ്വാമിയിൽ, അതുപോലെ തന്നെ ഉള്ള മഹാത്മാക്കളെല്ലാം പോസിറ്റീവിസത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു നാട്ടിലാണ് ഇന്ന് നെഗറ്റീവിസം കൊടികുത്തി വാഴാൻ, അതിൻ്റെ ആന്തരിക തലങ്ങൾ ഒരു സാമൂഹിക ജീവിതത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന ചോദ്യം എൻ്റെ മനസ്സിലെ വേദനയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.